സർ, മറ്റനേകം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് എൻഡിഎ എന്ന ചോദ്യത്തിന് 2020 നൽകുന്ന ഉത്തരം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം പുരോഗമനമാണ്. നിലവിൽ ആ ആശയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പാർട്ടി ബിജെപി ആണ്. അതുകൊണ്ട് ഞങ്ങൾ എൻഡിഎയിൽ എന്നാണ് 2020 വക്താവ് സാബു ജേക്കബ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി എന്റെ ചോദ്യം എന്ന് പറയുന്നത്, എന്തായിരിക്കാം 2020യും എൻഡിഎയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുരോഗമനം? ഏത് രീതിയിൽ പ്രവർത്തിക്കാനായിരിക്കാം ഇവർ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഇന്നലെ ഈ ഒരു വാർത്ത വന്നപ്പോൾ എന്റെ വ്യക്തിപരമായി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വലിയൊരു പ്രതീക്ഷ അതിൽ തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എൻ്റെ മനസ്സിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ BJP-യെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ UDF-ഉം LDF-ഉം അകറ്റി നിർത്തി കുറെ കാലമായി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ലോകത്തിന്റെ മുന്നിൽ ഇന്ന് ഭാരതം 5ാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് 5 പോയി ഇപ്പൊ 4ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ BJP-യുടെ ഭരണം വന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്ന് നമുക്ക് കണ്ടാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ 10 കഴിഞ്ഞ് 12ാമത്തെ കൊല്ലം ഇവിടെ ഭരണം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു കള്ളത്തരം, അതായത് പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്തൊക്കെ ബോഫേഴ്സ് അത് ഇത് പറഞ്ഞ് നമ്മൾ ദിവസവും കൊള്ളയെ കുറിച്ചേ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു 12 കൊല്ലം ഇപ്പൊ തുടർച്ചയായി ഭരിക്കുന്ന സമയത്ത് ഒരു മുട്ടുസൂചി മുക്കിയ ഒരു കഥയെങ്കിലും ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോ അത് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് വളരെ ചിന്തിച്ചാൽ കിട്ടാവുന്ന ഒറ്റ കാര്യം, അത് മാത്രം നോക്കിയാൽ മതി. ആ BJP-യെ കേരളത്തിൽ മാത്രം എന്തു പറഞ്ഞിട്ട് വർഗീയ ഈ UDF-ഉം LDF-ഉം പച്ച നുണകൾ പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നഷ്ടമാർക്കാണ്? കേരളത്തിലെ ജനങ്ങൾക്ക്. എന്തൊക്കെ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ പുതിയ തലമുറ, അതാണല്ലോ ഒരു രാജ്യത്തിന്റെ ഭാവി എന്ന് പറഞ്ഞ പുതിയ തലമുറയാണ്. എന്താണ് അവസ്ഥ? ഈ ന്യൂ ജനറേഷൻ മുഴുവൻ രാജ്യം വിടുകയാണ്. കാരണം ഇവിടെ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പുതിയ ഈ തലമുറയ്ക്ക്. അപ്പോ അവര് ജർമ്മനി, കാനഡ, US, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന എല്ലാ കുട്ടികളും. ഇപ്പൊ ഇന്നലെ തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ വേദിയിൽ വെച്ച് ഇതേ പ്രതിപക്ഷ നേതാവ്, അതായത് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുക, എനിക്ക് ഇവിടുത്തെ പുതിയ തലമുറ, അതായത് സ്കൂൾ കുട്ടികളാണല്ലോ, ഇവര് മുഴുവൻ പ്രീ ഡിഗ്രി കഴിയുമ്പോ അല്ലെങ്കിൽ ഇത് കഴിയുമ്പോ +2 കഴിയുമ്പോ നേരെ അന്യ രാജ്യത്തേക്ക് പോകുന്നത് കാണുമ്പോ ഇവിടെ ഭാവിയിൽ ഒരു വൃദ്ധ കേന്ദ്രമായിട്ട് മാറുമോ കേരളം? പ്രതിപക്ഷ നേതാവ് മിനിഞ്ഞാന്ന് പറഞ്ഞ പ്രസംഗമാണ് ഓപ്പണായിട്ട്. അപ്പൊ അവർക്ക് തന്നെ ബോധ്യമുണ്ട്. എന്നാൽ ഇതിന് എന്ത് പരിഹാരമാണ് ഇവന്മാർ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഈ കുഞ്ഞുങ്ങള് +2 കഴിഞ്ഞാൽ ഉപരിപഠനത്തിന് അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നു. അത് പല വീട്ടുകാർക്കും സാമ്പത്തികം ഉണ്ടായിട്ടൊന്നുമല്ല, ഇത് ലോൺ എടുത്തിട്ടും മറ്റൊക്കെ പോകുന്നത്. ഞാൻ അടുത്ത കാലത്ത് ഒരു വില്ലേജ് ഓഫീസറായിട്ട് സംസാരിച്ചു. അപ്പൊ ആ വില്ലേജിൽ നിന്ന് ഇങ്ങനെ പഠിക്കാൻ പോയ ഒരു 10-30 കുട്ടികളുണ്ട് പല വീടുകളിൽ നിന്നായിട്ട്. അപ്പൊ വില്ലേജ് ഓഫീസർ പറയാ, ഇവരൊക്കെ തന്നെ സ്വന്തം ഇരിക്കുന്ന വീടൊക്കെ പണയം വെച്ചിട്ടാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത്, എന്നിട്ടാ പോയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ഇവര് പഠിക്കാനാ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ചിലപ്പോൾ ജോലി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലായി പോകുന്നത്. പലർക്കും പൈസ ഇങ്ങോട്ട് അയക്കാൻ പറ്റാതെ വരുന്നു. ഇവിടെ രക്ഷിതാവ് ഈ വീടും ഭൂമിയും പണയത്തിലായി അത് അടയ്ക്കാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ വില്ലേജ് ഓഫീസറും ബാങ്കും വട്ടം തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ വീട് ജപ്തി ചെയ്യാൻ പറ്റുമോ? ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനാണ്, ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഇത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. എന്നിട്ടും
ഇവിടെയുള്ള ഈ ജനങ്ങൾക്ക് ഇത് ആര് കാരണമാണ് ഉണ്ടായത്? ആലോചിക്കണം. നമ്മളൊരു കാര്യം ആലോചിക്കണം. ഇപ്പൊ ഈ 2020 എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ സംഘടന എൻ ഡി എയിലേക്ക് വരുമ്പോ പുരോഗമനം വേണം എന്നും കരുതിയിട്ട് എൻ ഡി എയുടെ ഒപ്പം കൂടുമ്പോ ആ പുരോഗമനം വരുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവർ വരുന്നത്. പക്ഷെ അതിനു മുന്നേ അതേ 2020യുടെ ചെയർമാൻ സാബു ജേക്കബ്, അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയാണ് കിറ്റെക്സ്. ഈ കിറ്റെക്സ് വലിയ തോതിൽ ഒരു നിർമ്മാണ കമ്പനിയാണ്. ആ കമ്പനി കേരളത്തിൽ നിന്ന് ഓടിച്ച കഥ നിങ്ങൾക്കറിയാം. ഈ കഴിഞ്ഞ 4 വർഷത്തിന്റെ ഇടയിൽ കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, കെൽട്രോൺ കൗണ്ടേഴ്സ്, കെൽട്രോൺ പവർ ഡിവൈസസ്, കെൽട്രോൺ ടെക്സ്ഫൈസേഴ്സ്, കേരള ഗാർമെന്റ്സ്, കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ്, പൂനത്തറ ടെക്സ്റ്റൈൽസ്, കേരള ആസ്ബറ്റോസ് സിമെന്റ് പൈപ്പ് ഫാക്ടറി, കേരള ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ, പ്രതീക്ഷ ബെസ്റ്റ് ഷെൽട്ടേഴ്സ് കേരള, സിഡ്കോ മോഹൻ കേരള, അങ്ങനെ തുടങ്ങി ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് അടച്ചുപൂട്ടിയിരിക്കുന്നത്. അപ്പോ കേരളത്തിൽ ഒരു ഫാക്ടറിയും വരുന്നില്ല. ഉള്ള ഫാക്ടറികൾ അടയ്ക്കുന്നു, ഉള്ള പ്രൈവറ്റ് കമ്പനികൾ ഓടിപ്പോകുന്നു. അപ്പോ ഈ യങ് തലമുറയ്ക്ക് ഇവിടെ പഠിച്ചാൽ എവിടെ ഉദ്യോഗം കിട്ടും? ഇവിടെ സത്യത്തിൽ ഇപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ലോട്ടറി കച്ചവടവും ബീവറേജ് കച്ചവടവും ഇത് മുഴത്തിന് ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ യാതൊരു ഡെവലപ്മെന്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹൈവേ പണി നടക്കുന്നുണ്ട്, അതാരാ പണിയുന്നത്? കേന്ദ്രം. അപ്പോ ഇത്രയും ഞാൻ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ ഒട്ടുമിക്കതും കേരളത്തിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ +2 കഴിയുമ്പോ അവർക്ക് കേരളത്തിൽ യാതൊരു ജോലിയുമില്ല. കേരളത്തിലെ ജോലി ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ആകെ ഉള്ളത് എല്ലാ ടൗണുകളിലും പോയ നിറച്ച് ലോട്ടറി കട കാണാം, പിന്നെ മുഴത്തിന് ബീവറേജ് കടയും കാണാം. ഇത് മാത്രമാണ് ഇപ്പോ കേരളത്തിൽ. അല്ലാതെ യാതൊരു തരത്തിലുള്ള നല്ല നല്ല വ്യവസായങ്ങളോ കമ്പനികളോ ഒന്നും തന്നെ കേരളത്തിലേക്ക് വരുന്നില്ല. പക്ഷെ രണ്ടു കൂട്ടരും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരാൾ തോറ്റ മറ്റാൾ വരും, മറ്റാൾ തോറ്റ ഇയാൾ വരും. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ പൊതുതലമുറയ്ക്ക് കേരളത്തിന്റെ ഭാവിക്ക് ഒരു നല്ലത് വരണം. അപ്പോ ഒരു പുതിയ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോ അതും സാവു ജേക്കബിന്റെ ചില കഴിവുകൾ നമ്മൾ കണ്ടതാണ്. അതായത് കിഴക്കമ്പലം പഞ്ചായത്ത് എത്ര കാലമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അവിടെ അവിടുത്തെ ജനങ്ങൾക്ക്, ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രം ഉപകരിച്ചുകൊണ്ട് ഒരു ഹൈ സൂപ്പർ മാർക്കറ്റ് നടക്കുന്നുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകൾ കിട്ടുന്നതിനേക്കാൾ 50% വില കുറച്ചിട്ടാണ് ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ 10 കൊല്ലമായി അവർ വാങ്ങുകയാണ്. അപ്പോ ഈ സാബു ജേക്കബ് ഇനി ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നിട്ട് കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ കേരള ജനതയ്ക്ക് ഒരു വലിയ ഗുണമായി മാറും, അതിന് സംശയം വേണ്ട. അതുമാതിരി തന്നെ ഈ തെലുങ്കാനയിൽ പോയ അത്തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ ഇപ്പൊ വി-ഗാർഡ് അങ്ങനെ എന്തിനു പറയുന്നു, നമ്മുടെ ആയുർവേദിക് പ്രോഡക്ട്സ് ഇല്ലേ, കോട്ടക്കൽ, ഇവരും പോലും പ്രൊഡക്ഷൻ ഇപ്പൊ പുറത്തു പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ കേരളം ഇങ്ങനെ ആക്കിയതിന്റെ ഉത്തരവാദി ഈ മാറി മാറി ഭരിച്ച ഇവർ രണ്ടുപേർ തന്നെയാണ്. അവർ തന്നെ പറയാൻ തുടങ്ങി ഈ പ്രശ്നങ്ങൾ. അപ്പോ നമുക്കൊരു പുതിയ പ്രതീക്ഷ ജനങ്ങൾക്ക് വേണം. അതാണ് ഈ പുതിയ മുന്നണി, ഈ NDAയിൽ ഒരു ഘടകകക്ഷിയായി 2020 വരുമ്പോൾ അതൊരു വലിയ വിജയമായി മാറട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. സാർ, ഈ പറയുന്നത് പോലെ 2020 കിഴക്കമ്പലത്ത് നടപ്പിലാക്കിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞത് അവരുടെ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. നിലവിൽ 2020 NDAയുടെ ഭാഗമാകുമ്പോൾ NDA ഈ രീതിയിൽ 2020 നടപ്പിലാക്കിയതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് സിസ്റ്റം വളരെ വിലക്കുറവിൽ 50% വിലക്കുറവിലാണ് അവിടെ സാധനങ്ങൾ ലഭിക്കുന്നത്. അതിന് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു രീതിയുണ്ട്. അത്തരത്തിലൊരു സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇവർ കേരളത്തിൽ വിപുലീകരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ജനങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും.
ആ പ്രതീക്ഷയുടെ മുകളിലായിരിക്കും അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഞാൻ വിചാരിക്കുന്നു. കാരണം സാബു ജേക്കബ് അദ്ദേഹത്തിന് ഒരു ഉറച്ച മനോധൈര്യമുണ്ട്. ആ സത്യത്തിൽ ഈ വിലയ്ക്കൊന്നും ഈ സൂപ്പർ മാർക്കറ്റിൽ വിറ്റ ആ സൂപ്പർ മാർക്കറ്റ് ഓടില്ല. അപ്പോ ഇത് അവർ ചില ഫണ്ടുകളുടെ ഈ വ്യവസായം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഫണ്ടുകൾ കൂടുതൽ ഉണ്ടാക്കി ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ പലതും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ എന്തു തന്നെ ആയാലും സാബു ജേക്കബിന് പുരോഗമനം ഉണ്ടാവണമെന്ന് തോന്നിയപ്പോ അത് LDF-നും UDF-നൊപ്പം ചേർന്ന കിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോ NDAയുടെ പുതിയ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ പുരോഗമനം പറയൂ, നിങ്ങൾ മതം പറയാതെ വർഗീയത പറയാതെ പുരോഗമനം സംസാരിക്കൂ എന്ന് പറഞ്ഞു നടന്നപ്പോ സാബുവിനും അത് മനസ്സിലായി. ഇപ്പൊ അവർ രണ്ടുകൂടി ഒന്നിച്ചു. അപ്പോ ഇത് ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്, യാതൊരു സംശയവും വേണ്ട. ഇത് സത്യത്തിൽ ഇന്നാണ് അതിന്റെ പ്രഖ്യാപനം ഒഫീഷ്യലി ഉണ്ടാവുള്ളൂ. ഇന്ന് പ്രധാനമന്ത്രി വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാവുക. പക്ഷെ ഇത് ഇന്നലെ മീറ്റിംഗ് കൂടിയപ്പോ തന്നെ ഇവിടത്തെ രാഷ്ട്രീയത്തിൽ ഞെട്ടി. ഇവരെ പലരും ഇന്നലെ മുതൽ പല രാഷ്ട്രീയ നേതാക്കളും പല്ലിടിച്ച് ഓരോ വേണ്ടാത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുതലാളിമാർ കൂടി, അതായത് എന്തൊക്കെയോ വെറുതെ അനാവശ്യമായ സംസാരങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ഈ സാബു ജേക്കബ് ഇനിയിപ്പോ കോൺഗ്രസിൽ UDF-ലാ ചേർന്നിച്ച പ്രശ്നമില്ല എന്നോ? അത് അയാൾക്ക് ബുദ്ധിയുണ്ടല്ലോ, എവിടെ ചേരണമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ഈ രണ്ട് മുന്നണിയും എന്താണ് ചെയ്തതെന്നും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ കാര്യം മാത്രം എടുക്കൂ. ഈ ആദ്യം CPM-നെ കൊടുക്കാൻ കോൺഗ്രസ്സുകാരാണ് കഥ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ ചുരുക്കം പറയാത്തിങ്ങ കോൺഗ്രസും കുടുങ്ങി, CPM-ഉം കുടുങ്ങി. അതല്ലേ ഇപ്പൊ ഉണ്ടായത്, കഥകൾ ഓരോന്ന് പുറത്തേക്ക് വരുമ്പോ. അപ്പൊ ഇവര് ഭരിച്ചവരും മുഴുവൻ അവിടെ കൊള്ള നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് തെളിയണമെങ്കിൽ അതിന് തെളിവുകൾ കിട്ടണം. അത് വലിയൊരു ബുദ്ധിമുട്ടുകൾ പിടിച്ച കാര്യങ്ങളാണ്. എന്നാലും ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവര് രണ്ടു കൂട്ടിലും എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത്. സത്യത്തിൽ ഇവിടുത്തെ സർക്കാർ ജോലിക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടി നടക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ആ സർക്കാർ മാറി ഇനി മറ്റേ UDF വന്നാൽ തന്നെ എവിടുന്ന് പൈസ ഉണ്ടാവും? എവിടുന്ന് ഉണ്ടാക്കും പൈസ? അപ്പോ കേരളത്തിലെ ഒരു പുരോഗമനത്തിലേക്ക് നയിക്കണമെങ്കിൽ ഒരു പുതിയ സംവിധാനം ഇവിടെ വന്നേ പറ്റൂ. അതിന്റെ ഒരു തുടക്കമായിട്ട് ഈ 2020-യുടെ NDAയിലെ പ്രവേശനം നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.